നമസ്കാരം. നമസ്കാരം. INTUC നേതാവ് ആർ ചന്ദ്രശേഖർ നിലവിലാണ് അദ്ദേഹം പ്രസിഡന്റായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ. നിലവിൽ 2ാം പ്രതിയാണ് അദ്ദേഹം അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നുള്ളതും. പക്ഷെ അദ്ദേഹം പറയുന്നു താൻ അറിഞ്ഞിട്ടല്ല, താൻ ഈ വിഷയത്തിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. മറുവശത്ത് ഇതേ കോൺഗ്രസിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടും വരുന്നുണ്ട്. നമുക്കറിയാം, ഈ വിഷയം വരുമ്പോൾ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹത്തിനെതിരെ ആദ്യം പ്രോസിക്യൂഷൻ നടപടിയുമായിട്ട് കോടതി രംഗത്തിറങ്ങുന്നത്. പക്ഷെ പലവട്ടം കോടതി ഉത്തരവിനെ സർക്കാർ തടഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അത് പിന്നെ ഈ പറഞ്ഞ പോലെ അഴിമതി കാര്യങ്ങളോട് നീങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു INTUC നേതാവിന് പ്രൊട്ടക്ഷൻ നൽകിയത് ഒരു CPM അതെ, അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് മറ്റാരുമല്ല, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ബന്ധവൈരുക്കൾ അല്ലെങ്കിൽ ബന്ധശത്രുക്കൾ എന്ന് പറയുന്ന CPM അല്ലെങ്കിൽ പിണറായി വിജയനാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ കാലം മാറുന്നു, സതീശന് വരുന്നു. എനിക്ക് തോന്നുന്നു സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട നേതാവ് ഈ ആർ ചന്ദ്രശേഖരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അനുമതി കൊടുത്തു. അതിൻ്റെ ഇടയിൽ 2 ദിവസത്തെ സാവകാശം സർക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി കുറച്ച് സമയം വേണമെന്നുള്ളതും, മുമ്പ് മറ്റൊരു സർക്കാർ ആയിരുന്നു എന്നുള്ളതും, അതിൻ്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ദിവസം കേസിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാവകാശം ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചന്ദ്രശേഖരൻ ഒരു വലിയ സമസ്യയാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ, എന്നാൽ ആരും എടുത്ത് പരസ്യമായിട്ട് ഓമനിക്കാൻ തയ്യാറാകാത്തവൻ, അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ചന്ദ്രശേഖരൻ. എന്താ ചന്ദ്രശേഖരൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ INTUCയുടെ അഖിലേന്ത്യാ നേതാവാണ്. ചന്ദ്രശേഖരൻ്റെ ആദ്യകാല INTUC പ്രവർത്തനം തുടങ്ങുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ്പ്രിന്റ് കോർപ്പറേഷനിലെ INTUCയുടെ നേതാവായിരുന്നു ചന്ദ്രശേഖരൻ ആദ്യം. അവിടെ AITUC അല്ല, അത് I ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അവിടെ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് A ഗ്രൂപ്പിൻ്റെ ഒരു INTUC റിബൽ യൂണിയൻ ഉണ്ടായിരുന്നു. അതിൻ്റെ നേതാവ് TV ജോസഫ് എന്ന് പറഞ്ഞ ആൾ. പിന്നീട് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ കുത്തിക്കൊല്ലപ്പെടുകയാണ്. ആ കഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഒരു ദുരൂഹമായ പശ്ചാത്തലങ്ങൾ ഒത്തിരി വേണമെങ്കിൽ ആരോപിക്കാവുന്ന ഒരാളാണ് ചന്ദ്രശേഖരൻ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഇതെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു, അല്ല സ്റ്റേറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് എടുത്താൽ മതി. കശുവണ്ടി കള്ളക്കടത്ത്, അല്ലെ കശുവണ്ടി കിടത്തേണ്ട ഒരു ആവശ്യം വരുന്നത്, നമുക്ക് കൊല്ലത്തെയും കാസർഗോഡെയും ഒക്കെ കശുവണ്ടി ഫാക്ടറികൾക്ക് ന്യായമായി പ്രവർത്തിക്കാൻ ആവശ്യമായ തോട്ടണ്ടി കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്ന് ആഫ്രിക്കൻ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനം ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത സ്വന്തക്കാരൻ, ഞങ്ങളുടെ പേര് ഹരിദാസ് അല്ലല്ലോ, സെക്രട്ടറി ആയിരുന്ന ഒരാളുണ്ട്. ഈ വകുപ്പിലെ തന്നെ സെക്രട്ടറി ആയിരുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ്. ഇവർ രണ്ടും കൂടിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നൊരു സ്കൂളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞത്, കൊട്ടാരക്കരയും കണ്ട് എയ്ഡഡ് സ്കൂള്. അപ്പം അത്രയ്ക്ക് മാത്രം അടുത്ത ബന്ധങ്ങളുണ്ട്. ഇത് തുടങ്ങുകയും ചന്ദ്രശേഖരൻ വഴി കശുവണ്ടി ഇറക്കുമതി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അത് ഒത്തിരി ഡ്യൂബിയസ് ട്രാൻസാക്ഷൻ അതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ നിന്ന് പോയി അവിടെ പോയി തിരിച്ചിങ്ങോട്ട് വന്നു, വീണ്ടും അവിടെ പോയി, അങ്ങനെ പലതരത്തിൽ മണി ട്രെയിലും ഉണ്ട്. പല ബാങ്ക് വഴി കയറി ഇറങ്ങി രാവിലെ 10 മണിക്ക് ക്രെഡിറ്റ് വരുന്നു, 11 വിഡ്രോ ചെയ്യുന്നു, വീണ്ടും 3 മണിക്ക് വരുന്നു, 4 വരുന്നു, വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും മിനിമം ബാലൻസ് മാത്രം ഈ അക്കൗണ്ടുകളിലൊക്കെ. ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കേസുകളുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും തെളിയിക്കാനോ ഒന്നും നമുക്ക് പറ്റിയില്ല. എൻ്റെ സമയം കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് അല്ലെങ്കിൽ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ കുറിച്ച് ജനങ്ങൾക്കൊരു സങ്കല്പമുണ്ട്. അവിടെ അതിനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. VD സതീശൻ ആരാണെന്നോ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ട് അഴിമതിക്കാരാണെന്നോ ഒന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. ചിദംബരത്തിൻ്റെ കൂട്ട് പോലും അഴിമതി ഉണ്ടെന്ന് നമ്മൾ പറയാൻ പോകുന്നില്ല. പക്ഷേ VD സതീശനെ കുറിച്ച് ഒരു എക്സ്പെക്റ്റേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്, പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക്. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ സംഭവങ്ങൾ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യേണ്ട ആളാരാ? സതീശൻ തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായത്, എന്തുകൊണ്ട്? അപ്പം ഇവിടെ തോട്ടണ്ടി കള്ളക്കടത്തിൻ്റെ പ്രശ്നം ആദ്യം ഗവൺമെൻറ്റിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന 2-3 സംഭവങ്ങളാണ്. ഞാൻ പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം കേട്ടായിരുന്നു. 2015 ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ആർ ചന്ദ്രശേഖരൻ നടത്തിയ വലിയ തരത്തിലുള്ള സമരമുണ്ട്. ആ സമരത്തിൽ വരെ നേരിട്ട് പങ്കെടുത്ത നേതാവാണ് പിണറായി വിജയൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം INTUC നേതാവ് മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഇടതുപക്ഷ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടന്ന് പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം നേരിട്ട് പോയി കണ്ട അദ്ദേഹത്തിൻ്റെ ഒരു സമരത്തിൽ പങ്കെടുത്തു. അപ്പം ഞാൻ പോലും അന്ന് വിട്ടുപോയി. ഇപ്പം പിണറായി വിജയൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പിണറായി വിജയൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹത്തിനെതിരെ
ഈ തരത്തിലുള്ള കോടതി വരെ നേരിട്ടിട്ട് ഇടപെട്ടിട്ട് പോലും പിണറായി വിജയൻ വിട്ടുകൊടുക്കാതിരുന്നത് പോലും. അല്ല, അത് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെൻറ് സപ്പോർട്ട് ചന്ദ്രശേഖരൻ ഉറപ്പിച്ചു. ഏത് ഗവൺമെൻറ് വന്നാലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സപ്പോർട്ട്, അത് ഏത് പാർട്ടിയുടെ നേതാവാണെങ്കിലും ഇടത്തിലും വലതിലും അദ്ദേഹത്തിന് ഇടത്തിലും വലതിലും BJP-യിലും എല്ലാം ഇദ്ദേഹത്തിന് പിന്തുണയുള്ള ഒരു സംഘം ലീഡർഷിപ്പ് ഉണ്ടായി. ആ ലീഡർഷിപ്പിനെ സമർത്ഥമായിട്ട് ഇദ്ദേഹം ഉപയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ലീഡർഷിപ്പിനെ ഉപയോഗിക്കണമെങ്കിൽ എന്താ ആദ്യം വേണ്ടത്? നമ്മുടെ കയ്യിൽ മറ്റേ സതീശൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന വകുപ്പുണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ വേണം വേറൊരു വകുപ്പ്. അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ്, ഇവരെല്ലാം തീറ്റിപ്പോറ്റാൻ പറ്റുന്ന ഒരു ധനകാര്യ പേഴ്സൽ ബാഗ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കും ഇത് മാനിപ്പുലേറ്റ് ചെയ്യാം. ഈ അന്വേഷണം എന്തുകൊണ്ട് മുമ്പോട്ട് പോയില്ല? പല പ്രാവശ്യം കോടതി വഴി വന്നിട്ട് പോലും അവിടെയെല്ലാം ഇതിനെ റിജക്റ്റ് ചെയ്യും. അവസാനം ബദറുദ്ദീൻ എന്ന് പറഞ്ഞ ജഡ്ജി, ഓണറബിൾ ജസ്റ്റിസ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടെടുത്തപ്പോൾ മാത്രമാണ് ഇത് മുമ്പോട്ട് നീങ്ങുന്നത്. അതുവരെ ഇത് നിന്നു. എന്നിട്ടും അവിടെയും കള്ളക്കളി നടന്നിരിക്കുകയാണ്. ഇന്നലെ ചന്ദ്രശേഖരൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഗവൺമെൻറ് ഓർഡറിൻ്റെ കോപ്പിയെക്കുറിച്ച് പറഞ്ഞു. അതായത് നിർബന്ധിത സാഹചര്യത്തിലാണ് ഈ ഓർഡർ പുറത്തു വിടുന്നതെന്ന്. ഗവൺമെൻറ് സന്തോഷ് ട്രിപാഠി എടുത്ത തീരുമാനമാണെന്നല്ല വരുന്നത്. അപ്പോൾ എന്താ നിർബന്ധിത സാഹചര്യം? ഏതാണ് ആ സാഹചര്യം? അല്ലെങ്കിൽ കോടതിയാണ് നിർബന്ധിച്ച് ഇയാളെ പറ്റിയുള്ള രഹസ്യം പുറത്തു വിടാൻ പറഞ്ഞത്. അത് നിർബന്ധിത സാഹചര്യമൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ആരുണ്ട്? ഒന്നുകിൽ സതീശനെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഒരുപക്ഷെ സതീശനെ ട്രാപ്പിലാക്കാൻ ഇയാൾ തന്നെ ശ്രമിക്കുന്നതാണെങ്കിലും ചിലപ്പോൾ പിടിവിട്ടപ്പോൾ ഇയാൾ വേറൊരു ഡയമെൻഷനിലേക്ക് കേസ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാകാം. ഏത് തരത്തിൽ വേണേ ആകാം. എന്നാൽ പോലും ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇയാൾ പുറത്തു വിട്ടിരിക്കുകയാണ് ചന്ദ്രശേഖരൻ. അപ്പോൾ അതിൻ്റെ അന്വേഷണം നാളെ വരും. ഈ നിർബന്ധിത സാഹചര്യം ഇപ്പോൾ കോടതിയിൽ ഈ ഓർഡർ നിൽക്കുമോ? ഹൈക്കോടതി പേടിപ്പിച്ച് ഓർഡർ ഇട്ടെന്നാണ് പറയുന്നത്. ആ ഓർഡർ നിൽക്കുമോ ഇനി കോടതിയിൽ? ആലോചിക്കണം. അതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്താതെ കോടതി ഉത്തരവായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചന്ദ്രശേഖരൻ്റെ കേസ് ദുരൂഹതകളിൽ നിന്ന് ദുരൂഹതകളിലേക്ക് വരുന്നത്. പിന്നെ ഒരു അത്ഭുതം കൂടെ ശ്രദ്ധിച്ചു. പിണറായി വിജയനെ പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ പറയാത്തവർ ആരൊക്കെയാണ്? പിന്നെ പറയാത്തത് KC വേണുഗോപാലൊന്നും പറഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തലയൊന്നും പറഞ്ഞിട്ടില്ല, ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. അർത്ഥം എന്താ? പല ആൾക്കാരും മൗനം കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അർത്ഥഗർഭമായ മൗനം, വെറും മൗനമല്ല, അർത്ഥഗർഭമായ മൗനം. ഇവർക്കെല്ലാം പലതും പറയാനുണ്ട്, അല്ലെങ്കിൽ ഇവർക്കെല്ലാം പലതും മറയ്ക്കാനുണ്ട്. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറക്കണമല്ല, ഇവർക്കെല്ലാം പലതും മറയ്ക്കാനുണ്ട്. പക്ഷേ കോടതി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നാളെ ഈ സത്യങ്ങൾ പുറത്തു വരാൻ നിർബന്ധിതമാകും. അന്ന് ആരുടെയൊക്കെ കൈകളിലാണ് സർക്കാർ കോടതിയിൽ കൈയിട്ടത്, വയ്ക്കവരാരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. എന്തായാലും ഈ വിഷയം കോൺഗ്രസിനോട് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസ്സിൽ ഇപ്പോൾ VD സതീശൻ്റെ ഭാഗത്തും മറുവശത്ത് പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോൾ പോലും പലതരത്തിലും AICCയുടെ സപ്പോർട്ട് പലപ്പോഴും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. പക്ഷേ ജനങ്ങളുടെ സപ്പോർട്ട് VD സതീശനുമാണ്. എന്തായാലും ഈ വിഷയം ബന്ധപ്പെട്ട് സതീശൻ ഏത് തരത്തിലുള്ള നിലപാടെടുക്കും എന്നുള്ളത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലേക്ക് നിലപാടെടുക്കുന്നുള്ളതും, ആ വിഷയമായി ബന്ധപ്പെട്ട് CPM ഇനി എന്ത് പറയുന്നുള്ളത്. കാരണം നാളിതുവരെ ഈ വിഷയം ബന്ധപ്പെട്ടെങ്ങാണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 3 വട്ടം പ്രോസിക്യൂഷന് ബന്ധപ്പെട്ട് കോടതി സമീപിച്ചപ്പോഴും അതെല്ലാം തടഞ്ഞ ഒരു സർക്കാരായിരുന്നു LDF സർക്കാരിന്. ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടനയുടെ നേതാവിന് വേണ്ടി സപ്പോർട്ട് കൊടുത്ത ഇടതുപക്ഷം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി R ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം ഏതൊക്കെ തരത്തിലുള്ള നിലപാടെടുക്കുന്നുള്ളതും കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതും വരും ദിവസങ്ങൾ എന്തായാലും കാത്തിരുന്ന് കാണാം.